മായി കാൽവരി ക്രൂശിലേക്ക് എന്നുള്ള ചിന്തയാണ്. ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട ചില അവസ്ഥകളുണ്ട്. ജീവിതത്തിൽ തിരുത്തിക്കുറയ്ക്കേണ്ട ചില കാര്യാദികളുണ്ട്. കൂട്ടിച്ചേർക്കേണ്ട അനുഭവങ്ങളുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ തിരുത്തലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തപ്പെടേണ്ട ഇടങ്ങളിൽ തിരുത്തുവാനും കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ പ്രാർത്ഥനയോടുകൂടെ കൂട്ടിച്ചേർക്കുവാനും സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. തെറ്റിപ്പോകുന്ന ഇടങ്ങളിൽ നിന്നും തിരുത്തി തെറ്റാത്ത ഒരു ഇടത്തേക്ക് കടന്നു പോകുക എന്നതിനെയാണ് തിരുത്തലുകൾ എന്ന് പറയപ്പെടുന്നത്. ശരിയായതിനെ കണ്ടെത്തുക, ശരിയായതിനെ മുറുകെ പിടിക്കുക, ശരിയായതിനോടൊപ്പം യാത്ര ചെയ്യുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശരിയായതിനെ മാത്രം മുറുകെ പിടിക്കുവാനായിട്ട് ഒരുങ്ങാം. 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് കഴിയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുനരുദ്ധാനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി, പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേരുക. അതിന് നമുക്ക് വേണ്ടത് കാൽവരി ക്രൂശിൻ്റെ അനുഗ്രഹവും തിരുത്തലുകളുമായുള്ള ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ 2ാമത്തെ സന്ധ്യയാമം. ഈ സന്ധ്യയിൽ തിരുത്തലുകളെക്കുറിച്ച് ഒന്നാമതായി നാം പഠിക്കുവാനായിട്ട് പോകേണ്ടത് തിരുത്തൽ എന്നത് അതൊരു രമ്യപ്പെടൽ ആണ്. തിരുത്തലുകൾ രമ്യപ്പെടലുകൾ തന്നെയാണ്. എന്താണ് ഈ രമ്യപ്പെടലുകൾ എന്ന് പറയുന്നത്? അതിന് മറ്റൊരു അർത്ഥം എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? അനുരഞ്ജനപ്പെടുക, മറ്റൊരുത്തനുമായിട്ട് എഴുകിച്ചേർന്ന മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴത്തിൽ ചേരുന്ന ഒരു അവസ്ഥയാണ് അനുരഞ്ജനം അല്ലെങ്കിൽ രമ്യത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രമ്യത നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിട്ട് പോകുന്നത് എപ്പോഴാണ്? അനുരഞ്ജനം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കാഠിന്യം നിറയപ്പെട്ട ഒരു ജീവിതാവസ്ഥ, അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ജീവിത തലങ്ങളിൽ കൂടെ ജീവിക്കുമ്പോഴാണ് ഈ രമ്യത നമ്മിൽ നിന്നും അകന്നു പോകുന്നത്. ഈ കാഠിന്യം നിറയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനെ നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഫറവോനായ രാജാവ് ഓരോ അടയാളങ്ങൾ കാണിക്കുമ്പോഴും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാഠിന്യം അവനുണ്ടാകുമ്പോഴും ഈ കാഠിന്യ നിമിത്തം രമ്യപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. മോശയോട് രമ്യപ്പെടുവാനായിട്ട് കഴിയുന്നില്ല, ദൈവത്തോട് രമ്യപ്പെടുവാനായിട്ട് കഴിയുന്നില്ല, ഇസ്രായേൽ ജനത്തോട് രമ്യപ്പെടുവാനായിട്ട് കഴിയുന്നില്ല, മോശ പറഞ്ഞ കാര്യാദികളോടുകൂടെ രമ്യപ്പെടുവാനായിട്ട് അനുരഞ്ജനപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കാഠിന്യമേറിയ ഹൃദയാനുഭവങ്ങളുടെയും ചിന്ത തന്നെയാണ്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന തിരുത്തലുകൾ അനിവാര്യമാണ്. ഈ തിരുത്തലുകൾ എന്ന് പറയുന്നത് ഒരു രമ്യപ്പെടലിൻ്റെ അനുഭവത്തിൽ, അനുരഞ്ജനപ്പെടലിൻ്റെ അനുഭവത്തിൽ ആകുക എന്നതുകൂടെ നാം ഓർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടാണ് രമ്യപ്പെടേണ്ടത്? ഞാൻ ആരോടാണ് എൻ്റെ ജീവിതത്തെ അനുരഞ്ജനപ്പെടുത്തേണ്ടത്? അറിയാം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 സഹോദരന്മാരുടെ ജീവിതത്തെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കയ്യൻ ഹാബേൽ. അവർക്ക് പരസ്പരമൊന്നും രമ്യപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. കാരണം തങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരുടെ ചിന്തകളുമായി ചേർത്തു വെക്കുവാനായിട്ട് കഴിയാതെ വരുമ്പോഴാണ് ഈ രമ്യപ്പെടലുകൾ നഷ്ടമായി തീരുന്നത്. കയ്യൻ്റെയും ഹാബേലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു രമ്യപ്പെടലിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടിസ്ഥാന കാരണം അവർ കൊടുത്ത വഴിപാടിൽ കർത്താവിൻ്റെ പ്രസാദം ഇല്ലാതെ പോയി എന്നത് തന്നെയാണ്. ഹാബേലിൻ്റെ ദൈവം പ്രസാദിക്കുമ്പോഴും കയ്യൻ്റെ ദൈവം പ്രസാദിക്കുന്നില്ല. അപ്പോൾ ഈ പ്രസാദം ദൈവത്തിന് തനിക്ക് കിട്ടാതെ വരുമ്പോഴാണ് തൻ്റെ സഹോദരനോടുകൂടെ അനുജനോടുകൂടെ രമ്യപ്പെടുവാനായിട്ട് കഴിയാതെ വണ്ണം കയ്യൻ്റെ ഹൃദയം കാഠിന്യമുള്ള ഒരു ഹൃദയമായി തീരപ്പെടുക. ഞാൻ ആരോടാണ് രമ്യപ്പെടേണ്ടത്? ഞാൻ രമ്യപ്പെടേണ്ടത് എൻ്റെ സഹോദരനോടുകൂടെ, എൻ്റെ സ്നേഹിതനോടുകൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ, എൻ്റെ സഹവിശ്വാസികളോടുകൂടെ ഒക്കെ രമ്യപ്പെടുവാനായിട്ട് നമുക്ക് കഴിയും. ഈ നോമ്പ് കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നതാണ്.
നിന്റെ സഹോദരനോടുകൂടെ ഒന്ന് രമ്യപ്പെടുക എന്നതാണ് ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാമത്തെ 21 മുതൽ കർത്താവ് അവിടെ എങ്ങനെയാണ് പറയുന്നത്? കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യമാകും എന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കുക. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് ഇതാണ്, സഹോദരനുമായുള്ള ഒരു നിരപ്പ്, ഒരു രമ്യത, അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തെ നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു അനുരഞ്ജനം ഉണ്ടാക്കിയെടുക്കേണ്ടത്? എൻ്റെ സഹോദരനുമായുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയി, അവനോടുകൂടെ ദോഷം ചെയ്തു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ എന്നിൽ വന്നു പോയി കഴിഞ്ഞാൽ ആ വഴിപാട് അവിടെ വെച്ചിട്ട് യാഗപീഠത്തിന് വരുന്നതിന് മുൻപേ ആ സഹോദരനുമായി ഒന്ന് രമ്യപ്പെട്ട ശേഷം നിന്റെ വഴിപാട് ഒന്ന് സമർപ്പിക്കുക എന്നതാണ് കർത്താവായ ക്രിസ്തു പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തിരുത്തലുകളിൽ ഒന്നാമത് നമ്മളുണ്ടാകേണ്ടത്, പ്രധാനമായി നമ്മളുണ്ടാകേണ്ടത് എൻ്റെ സഹോദരനുമായി ഒന്ന് രമ്യപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. ഇതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ രമ്യപ്പെടേണ്ട അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരു 3 മനുഷ്യരെ കാണുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ മനുഷ്യനാണ് യാക്കോബും യേശാവും. യാക്കോബ് യേശാവ് എന്ന് പറയപ്പെടുന്ന 2 സഹോദരങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, യേശാവിന് യാക്കോബിനോടുകൂടി അത്രയേറെ നീരസമുണ്ടായി എന്നാണ്. അത്രയേറെ ഹൃദയ കാഠിന്യമുണ്ടായി, അത്രയേറെ പാപത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ, കോപത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ ഒക്കെ കടന്നുപോയ ഒരു സാഹചര്യം യേശാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 38-ാമത്തെ അധ്യായത്തിലേക്ക് 33-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൂരെ നിന്നും യാക്കോബ് കടന്നു വരുന്നത് കണ്ടിട്ട്, മടങ്ങി വരുന്നത് കണ്ടിട്ട് ഏശാവ് ദിവസങ്ങൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതായ ആ ഏശാവ്, എൻ്റെ സഹോദരൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ ഏശാവ് തൻ്റെ സഹോദരനെ കണ്ടിട്ട് ഓടിച്ചെന്നവനെ ആലിംഗനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് രമ്യത അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തെ കാണുവാനായിട്ട് സാധ്യമാണ്. പാപം ചെയ്ത് പാപത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ കടന്നു പോകപ്പെടുമ്പോൾ, തന്നിൽ പാപമുണ്ട് എന്നുള്ള ചിന്താഭാരം കടന്നു വരുമ്പോൾ എൻ്റെ സഹോദരനോടുകൂടെ ഒന്ന് രമ്യപ്പെടുവാനായിട്ട്, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ് എന്ന് നോക്കിക്കൊണ്ട് അവനെ ഒന്ന് രമ്യതയോടുകൂടെ ഇടപെടുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് യോസഫ് തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 80-ാമത്തെ അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവം എന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു, നിങ്ങൾ എന്നെ 20 വെള്ളിക്കാശിന് വെച്ചും ഒക്കെ ചെയ്ത ആ പ്രവൃത്തി ഞാനിപ്പം പറഞ്ഞു, അതെനിക്ക് ഗുണമായി തീർന്നു, നിങ്ങൾക്ക് ഗുണമായി തീർന്നു. ദൈവം എന്നെ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അതിനെ ഗുണമാക്കി തീർത്തു എന്ന് പറയപ്പെടുമ്പോൾ യോസഫ് തൻ്റെ സഹോദരങ്ങളോടുകൂടെ ഒന്ന് രമ്യതയിലേക്ക്, അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ് പ്രിയപ്പെട്ടവരെ. 21-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ആരാണോ ഉപദ്രവിച്ചത്, ആരാണോ വേദനിപ്പിച്ചത്, ആരാണോ പരിഹസിച്ചത്, ആ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ ഇളയ സഹോദരൻ പറയുകയാണ്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും. ഈ ഒരു രമ്യതയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നിന്നിലുണ്ടാകേണ്ടത് എൻ്റെ സ്നേഹിതനെ സ്നേഹിതനായി കണ്ട് അവൻ്റെ പാപത്തെ ക്ഷമിച്ച് അവനിലേക്കൊന്ന് ഇറങ്ങി അവനോടുകൂടി ഒന്ന് അനുരഞ്ജനപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. നിന്നെ പരിഹസിക്കുന്ന, നീ ചെയ്യാത്ത തെറ്റുകളെ നിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ ജനതയെ നോക്കിയിട്ട്
ഞാൻ നിന്നെയും നിൻ്റെ ജനതയെയും സംരക്ഷിക്കുമെന്ന് പറയുവാനുള്ള രമ്യതയുടെ അനുഭവത്തെ നമുക്കുണ്ടാക്കി എടുക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ആദ്യമായി നമുക്കുണ്ടാകേണ്ട തിരുത്തൽ അതാണ് രമ്യത അല്ലെങ്കിൽ അനുരഞ്ജനം. ഈ അനുരഞ്ജനം എൻ്റെ സഹോദരനോട് കൂടെ ആകട്ടെ, എൻ്റെ കുടുംബത്തിലെ വ്യക്തികളോടുകൂടെ ആകട്ടെ, എൻ്റെ ഭവനത്തിലെ 4 ചുവരുടെ ഭവനത്തിനകത്തുള്ള എൻ്റെ പ്രിയ സഹോദരനോട് കൂടെ ആകട്ടെ. ആദ്യത്തെ അനുരഞ്ജനം, ആദ്യത്തെ തിരുത്തലുകൾ, ആ തിരുത്തലുകളോടുകൂടെ ഞാൻ ദൈവസന്നിധി വഴിപാട് കഴിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധി ഉപവസിക്കുമ്പോൾ, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൻ ചുവട്ടിലേക്കുള്ള യാത്ര അത് ദൈവകൃപയുടെ സുരക്ഷിതമാവുന്നൊരു യാത്രയ്ക്ക് തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തലക വണങ്ങാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ, നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി നിൻ്റെ സന്നിധി വരുവാൻ, തിരുത്തലുകൾ കാൽവരി ക്രൂശിലേക്ക് ഞങ്ങളെ നയിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടെ പഠിക്കുവാൻ തക്കവിധമുള്ള അവസരം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. രമ്യതയുടെ അനുഭവത്താൽ കാൽവരിയിലേക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ സാധ്യമാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ. അനുരഞ്ജനപ്പെടേണ്ടത് എൻ്റെ സഹോദരനോടുകൂടെ ആണ്, എൻ്റെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരോടുകൂടിയാണ് എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തുതി. യോസഫ് തൻ്റെ സഹോദരങ്ങളോടുകൂടെ രമ്യപ്പെട്ടതുപോലെ ഏശാവ് തൻ്റെ സഹോദരനോടുകൂടെ രമ്യപ്പെട്ടതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങളുമായി ഒന്ന് രമ്യപ്പെടുവാൻ, അനുരഞ്ജനപ്പെടുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ നോമ്പിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം രമ്യപ്പെട്ട് പരസ്പരം സ്നേഹത്തിൻ്റെ അഭിവാജ്യ ഘടകങ്ങളുമായി ഈ നോമ്പ് അനുഷ്ഠിച്ച് അത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആചരിച്ച് ദൈവവചനത്തിൻ്റെ അനുഭവങ്ങളുമായി കടന്നു പോകുവാൻ ഞങ്ങളിൽ അവിടുന്ന് കൃപയുണ്ടാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങൾക്കിനിയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് ഉണ്ട്. ഞങ്ങളുടെ യാത്രയുടെ ഉടനീളം അങ്ങ് കൂടെ ഇരിക്കണമേ. ഞങ്ങളിൽ ഉപവസിക്കുന്നവരുണ്ട്, ആഹാരപദാർത്ഥങ്ങളിൽ പലതും ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നവരുണ്ട്. വചനത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നവരും അത് ഉൾക്കൊള്ളുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പാ, അവരെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈ നോമ്പ് അവസാനിക്കുന്ന ദിവസം വരെയും കർത്താവിൻ്റെ സന്നിധി വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ, വിശ്വാസത്തോടുകൂടി ആയിരിക്കുവാൻ, പല പൈശാചിക ശക്തികൾ കടന്നു വരുമ്പോൾ ആ പൈശാചിക ശക്തികളുടെ കരവലയത്തിൽ അകപ്പെട്ടു പോകാതെ സുരക്ഷിതമാകുന്ന താവളങ്ങൾ കണ്ടെത്തി, അത് വചനത്തിൽ കൂടെ കണ്ടെത്തി, അത് പ്രാർത്ഥനയിൽ കണ്ടെത്തി, വിശ്വാസത്തോടുകൂടെ ധീരതയോടുകൂടെ ഈ നോമ്പ് കാലഘട്ടം പൂർത്തീകരിക്കുവാൻ കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് അറിയണമേ, ഞങ്ങളുടെ ജീവിത രീതികൾ എവിടെ നിന്ന് അറിയണമേ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ എവിടെ നിന്ന് അറിയണമേ. പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹം വാത്സല്യത്തിൻ്റെ അനുഭവത്തിൽ തന്നെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിനകത്തളങ്ങളിലായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. വചനം കേട്ടും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് തിരുത്തലുകൾ കാൽവരി ക്രൂശിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരുത്തലുകളുടെ ഒന്നാമത്തെ പാഠമായ ആ രമ്യത ഉൾക്കൊണ്ടുകൊണ്ട് ആ രമ്യതയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി ഈ നോമ്പനുഷ്ഠിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിനകത്തളങ്ങൾ കടന്നു വരുന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ നാളുകൾ ഈ ദേവാലയവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ നിൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് ചൊരിയണമേ. പിശാചിനിടം കൊടുക്കുവാൻ അവസരം ലഭിക്കാതെ, പിശാച് ഞങ്ങളെ വിഴുങ്ങിക്കളയാതെ, പിശാച് ഞങ്ങളെ തകർത്ത് കളയാതെ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ഉപവാസം പിശാചിൻ്റെ ശക്തിയിൽ അത് തീർന്നു പോകാതെ,
പിശാചിനെ മാറ്റി നിർത്തി ദൈവശക്തി മുറുകെ പിടിച്ച് യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഹൃദയത്തെ കീറിക്കൊണ്ട് അനുതാപത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ നിന്റെ സന്നിധിയിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, സമയത്തെ ഒന്ന് ചെലവഴിക്കുവാൻ സർവശക്തനായ ദൈവമേ നീ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ സഭയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണമേ. എല്ലാ തടസ്സങ്ങളെയും നീക്കണം. വചനം വായിക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ചിറകിൽ അവിടുന്ന് സംരക്ഷിക്കണമേ. വചനം വായിക്കുവാൻ കടന്നു വരുമ്പോൾ തടസ്സങ്ങളില്ലാതെ കടന്നു വരുവാൻ, വചനം വായിച്ച് മടങ്ങിപ്പോകുമ്പോൾ സുരക്ഷിതമായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവമേ അങ്ങ് മുൻപിലും പിൻപിലും അവരോടൊപ്പം കാവലായി കൂടെ ഉണ്ടാകണമേ. ഇനി വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആലയത്തിൽ അങ്ങ് കൂട്ടിച്ചേർക്കണമേ. കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ കാണുവാൻ ലഭ്യമാവുന്ന നിമിഷങ്ങളൊക്കെയും കർത്താവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എല്ലാ ദൈവമക്കളെയും നിൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിരിയട്ടെ. ഇന്ന് രാത്രി കൂടെ ഇരിക്കണം. നല്ല ദിനങ്ങളെ ഇനിയും ഞങ്ങൾക്ക് നൽകണം. നോമ്പിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് നോമ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളോടൊപ്പം അങ്ങ് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ അവിടുന്ന് ക്ഷമിക്കണം. ഇനിയും വീണ്ടെടുക്കുന്ന അതിൻ്റെ സ്നേഹം കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപക്കട ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷക്കെടുത്താതെ സകദോഷം വിടുവിക്കണേ. രാജ്യം, ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. നമുക്ക് എഴുന്നേൽക്കാം. കർത്താവിൻ്റെ ആശീർവാദ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മോടും നമ്മുടെ പ്രാർത്ഥനകളോടും നോമ്പനുഷ്ഠാനങ്ങളോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഇടപെടലുകളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. എൻ്റെ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ആമേൻ. നമുക്കിരിക്കാം. വിശുദ്ധ സന്ധ്യ പ്രാർത്ഥന, നോമ്പിൻ്റെ സന്ധ്യാ പ്രാർത്ഥന പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമം നന്ദി സ്നേഹം അറിയിക്കട്ടെ.